ആസിഫേ, ഒരാളുടെ പ്രൊഫഷണൽ ലൈഫിൽ ബോഡി ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഒരു പ്രൊഫഷണൽ ലൈഫിൽ മാത്രമല്ല നിയാസ് ബ്രോ, നമ്മുടെ പേഴ്സണൽ ലൈഫിലും ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലേ? ഒരു 50 കുറവായിരിക്കും ഉറപ്പായിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പം പേഴ്സണൽ ലൈഫിലേക്ക് വരാണെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മളോട് കാര്യമായിട്ടുള്ള ഭയങ്കര ഇമോഷൻസ് ഷെയർ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അവരെ സങ്കടം പറയായിരിക്കും, സന്തോഷം പറയായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മളിങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവരെ മൈൻഡാക്കാതെ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, നമ്മൾ വേറെ നീ ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സമയത്ത് ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരില്ല, ഉറപ്പാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റ്? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിക്കും. ഇല്ല, പറയാനുള്ള പകുതി സാധനം ഞാൻ പറയാനുള്ള സാധനങ്ങൾ തന്നെ നിങ്ങൾ വിഴുങ്ങിപ്പോവാന്ന് പറയും. ഓക്കെ, ഇപ്പം ചില ക്ലാസ്സുകളിലൊക്കെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അധ്യാപകന്മാർ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ആവും, പക്ഷേ കുട്ടികളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അധ്യാപകന്മാർ ഉദ്ദേശ കാര്യങ്ങൾ പോലും അവർ അങ്ങ് ഇല്ലാണ്ടായി പോക്കുണ്ട്. ഇനിയിപ്പോൾ പ്രൊഫഷണൽ ലൈഫിലേക്ക് വരാണെങ്കിൽ നിങ്ങളിപ്പോൾ നല്ല സ്കിൽഡ് ആയിരിക്കും, പക്ഷേ നിങ്ങളൊരാളെ മുന്നിലേക്ക് നിങ്ങളൊരു കഴിവിനെ പറ്റി പറയുന്ന സമയത്ത്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഇരുന്നുണ്ട്, സാർ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പറ്റും, അല്ലെങ്കിൽ ഒരിക്കലും അതൊന്നും ഒരിക്കലും ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അയാൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, പിന്നെ നമുക്ക് വേണ്ട എന്ന് പറയുന്ന വിധത്തിലായിരിക്കും ഉണ്ടാവുക. കാരണം മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങളെപ്പോലെ നല്ല സ്കിൽഡായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ ബോഡി ലാംഗ്വേജ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയുണ്ട്, നിങ്ങളെ ടോട്ടലി ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളിലേക്ക് സമീപിക്കുക. അപ്പം നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ളത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് പലർക്കും വരുന്നൊരു പ്രശ്നമാണ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂക്കൊക്കെ പങ്കെടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കൊട്ടുകൊട്ടിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ ഒരു അർത്ഥമായിട്ട് പറയുന്നത് ഇങ്ങനെ കൊട്ടുകൊട്ടിക്കുന്നത് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി പെട്ടെന്ന് നിർത്തിപ്പോകാന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഇൻ്റർവ്യൂക്ക് വന്നിട്ട് ഇങ്ങനെ കൊട്ടുകൊട്ടിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഇൻ്റർവ്യൂ ഓടിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഒരിക്കലും ഒരു ഇൻട്രസ്റ്റോട് കൂടിയല്ല ഇവരിവിടെ വന്നിട്ടുള്ളത്. ഇവർ നമ്മളെ കമ്പനിയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇവരെ കൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് മനസ്സിലാകുന്നതോടുകൂടി അവരെ പുറത്താക്കപ്പെടും. അപ്പം നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്നത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉപയോഗം ഉണ്ടാവും. നിങ്ങൾ എത്ര സ്കിൽഡ് ആണെങ്കിലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കയറ്റങ്ങൾ കിട്ടുക. നിങ്ങൾ നല്ല സ്കിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എന്താക്കും ഉയരങ്ങൾ കിട്ടും. ഓക്കെ, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളിപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരുന്ന് ഉറങ്ങുകയാണെങ്കിൽ എൻ്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? പെട്ടെന്ന് നിർത്തിപ്പോകാമെന്നായിരിക്കും. ഒരിക്കലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എനിക്ക് പുറത്ത് വരില്ല. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ പേഴ്സണൽ ആയാലും പ്രൊഫഷണൽ ആയാലും ബോഡി ലാംഗ്വേജ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്.